ഗുരുവായൂരപ്പന്റെ തിരുവുത്സവത്തിലെ 10ാമത്തെ ദിവസമായ ഇന്നാണ് ആറാട്ട് മാത്രമല്ല, ഇന്നാണ് കൊടിയിറക്കം. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പ്രത്യേകത, ഇന്നലെ വരെ നമുക്ക് കഞ്ഞിയും പുഴുക്കും ഒക്കെ കിട്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം സദ്യയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പൻ രാവിലെ തന്നെ സദ്യയാണ്. രാവിലെ തന്നെ നേരത്തെ എഴുന്നേൽക്കലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3 മണിക്ക് തന്നെ നിർമ്മാല്യ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. 5 മണിക്ക് ശേഷമാണ് ഗുരുവായൂരപ്പന്റെ പള്ളി ഉണർത്തൽ ചടങ്ങുകൾ നടക്കുന്നത്. എന്നാലും നമ്മൾ ഭക്തജനങ്ങൾക്ക് 8 മണിക്ക് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്നുള്ളതും ഇന്നത്തെ ദിവസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് മാത്രമല്ല, പ്രസാദൂട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സദ്യയാണ് ഇന്ന്. അതിനുശേഷം പിന്നെ ഗുരുവായൂരപ്പന് പന്തീരടി പൂജ വരെയുള്ള ചടങ്ങുകളാണ് സാധാരണ പോലെ നടക്കുന്നത്. ഈ പന്തീരടി പൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്നത് വരെ ഭക്തജനങ്ങൾക്ക് തൊഴാൻ സാധിക്കും. നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇന്നലത്തെ പോലെ തന്നെ, അതായത് പള്ളിവേട്ട ദിവസത്തെ പോലെ തന്നെ, ശ്രീ ഗുരുവായൂരപ്പന്റെ ആ ഒരു പൊന്നിൻ തിടമ്പ് പൊൻപഴിക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കുന്നത് കൊടിമരത്തിന്റെ ചുവട്ടിലാണ്. ഇന്നത്തെ ദിവസം മാത്രം എടുക്കുന്ന പഞ്ചലോഹ തിടമ്പാണ് കേട്ടോ ഇന്ന് എഴുന്നള്ളിച്ച് വെക്കുന്നത്. അതായത് പൊൻതിടമ്പ് എന്ന് പറഞ്ഞ് എനിക്ക് അതൊരു ശീലമായിച്ചാലും, ഇന്ന് ആറാട്ട് ദിവസം ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് പഞ്ചലോഹ തിടമ്പിലാണ്. ആറാട്ട് തിടമ്പ് എന്നാണ് ഈ തിടമ്പ് അറിയപ്പെടുന്നത്. ഈ ഒറ്റ ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പനെ ഇങ്ങനെ ഈ പഞ്ചലോഹ തിടമ്പിൽ എഴുന്നള്ളിക്കുന്നത് കേട്ടോ. ഈ എഴുന്നള്ളിച്ച് വെച്ച ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ദീപാരാധന കാണിക്കുന്നത് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ്. എൻ്റെ പേഴ്സണൽ സന്തോഷം അത് എൻ്റെ ഏട്ടനാണ് കേട്ടോ. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്, അജയേട്ടനാണ് ഇന്നത്തെ ദിവസത്തെ ദീപാരാധന കാണിക്കുന്ന ആ ഒരു വലിയ അവസരം ഗുരുവായൂരപ്പൻ തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഗുരുവായൂരപ്പനെ ഇന്നത്തെ ദിവസത്തെ ആറാട്ടിന്റെ മഞ്ഞൾക്കുടം എടുത്തു കയറുന്നത് കൃഷ്ണദേവാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ആനപ്പുറത്ത് ആദ്യമായിട്ട് കയറാൻ പോകുന്ന കൃഷ്ണദേവാണ് ഈ ദിവസം മഞ്ഞൾക്കുടം എടുത്ത് കയറാൻ പോകുന്നത്. അതും വലിയ 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 ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ സന്തോഷം. ഇത് മാത്രമല്ല, ഇന്നത്തെ ദിവസം 4 മണി തൊട്ട് 6 മണി വരെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ചതിന് ശേഷം ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ അതിഗംഭീരമായിട്ട് രാജകീയ പ്രൗഢിയോടുകൂടി 5 ആനകളുടെ അകമ്പടിയോട് കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി, സൈനിക അകമ്പടിയോടുകൂടി, അതായത് കൃഷ്ണനാട്ടം കലാകാരന്മാര് സൈനികരുടെ വേഷത്തിന് കിട്ടി മുന്നിലായിട്ടുണ്ടായിരിക്കും. ഇത്രയും എന്താ പറയാ, ചക്രവർത്തിയുടെ പരിവേഷത്തില് ഭഗവാനെ കാണാൻ സാധിക്കുക ഈ ദിവസം തന്നെയാണ്. അപ്പോൾ നിറപറയും നിലവിളക്കുമായിട്ട് ഗുരുവായൂരപ്പനെ ഗ്രാമപ്രദക്ഷിണത്തിന് കണ്ടു തൊഴുത് നമസ്കരിക്കാനായിട്ട് എല്ലാവരും വേഗം തന്നെ വന്നോളൂ.